ഷാർജയിലെ ഫ്ളാറ്റിൽ നിന്നും പാകിസ്ഥാൻ സ്വദേശിയായ 2 വയസ്സുകാരൻ വീണു മരിച്ച സംഭവത്തിൽ അയൽവാസികളായ മലയാളി തമിഴ് പെൺകുട്ടികൾക്കെതിരെ പോലീസ് അന്വേഷണം. പെൺകുട്ടികളെയും രക്ഷിതാക്കളെയും വിശദമായി ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനാണ് പോലീസ് ശ്രമമെന്നും കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ കൂടുതൽ ജാഗ്രത കാട്ടണമെന്നും നിയമ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഷാർജയിലെ അൽനഹദയിലാണ് പാകിസ്ഥാൻ സ്വദേശിയായ 2 വയസ്സുകാരൻ കഴിഞ്ഞ ദിവസം 3-ാം നിലയിൽ നിന്നും വീണ് മരിച്ചത്. തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലെ കുട്ടികൾക്കൊപ്പം കളിക്കുന്നതിനിടെ ജനലിലൂടെ കുട്ടി താഴേക്ക് വീണ് അപകടമുണ്ടായെന്നായിരുന്നു പ്രാഥമിക വിവരം. എന്നാൽ കെട്ടിടത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സംഭവത്തെക്കുറിച്ച് സംശയമുണ്ടായത്. അപ്പാർട്ട്മെന്റിന് പുറത്തുള്ള ഇടനാഴിയിലേക്ക് 9 വയസ്സുള്ള പെൺകുട്ടികൾ 2 വയസ്സുകാരനെ വിളിച്ചു വരുത്തുന്നതും കുട്ടി താഴേക്ക് വീഴുന്നതും ദൃശ്യങ്ങളിലുണ്ടെന്ന് പ്രാദേശിക ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സത്യാവസ്ഥ അറിയാനാണ് പെൺകുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും കസ്റ്റഡിയിലെടുത്തത്. ഇപ്പൊ 2 ഫാമിലികൾ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ഫാമിലിന്റെ കുട്ടീനെ മറ്റേ കുട്ടി കുറച്ച് മുതിർന്ന കുട്ടി ഭയപ്പെടുത്തിയെങ്കിൽ അവർ തമ്മിൽ അങ്ങോട്ട് ടോക്ക് നടന്നിട്ടുണ്ടോന്ന് കുട്ടീൻ്റെ അടുത്തുനിന്നും അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ CIDക്ക് മനസ്സിലാവും. ആ രീതിയിൽ വന്നല്ല, അല്ലാതെ കുട്ടി ഒരു അപകടപ്പെട്ടു പറഞ്ഞാൽ ഇവിടെ പാരൻസിനെ ഒരിക്കലും ശിക്ഷിക്കണമെന്ന് ഒരു നിയമവും അങ്ങനെയൊന്നും ഇല്ല. അതിന്റെ ഒറിജിനൽ അവസ്ഥ കണ്ടെത്താൻ ഈ രാജ്യം അത്രയ്ക്കും ശ്രദ്ധിക്കുന്നതാണ്. കണ്ണൂർ, തമിഴ്നാട് സ്വദേശികളായ പെൺകുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളതെന്നാണ് റിപ്പോർട്ട്. മനഃപൂർവ്വം കുട്ടികൾ ചെയ്തതാണോ, അബദ്ധത്തിൽ സംഭവിച്ചതാണോ, സംഭവശേഷം മറച്ചുവെക്കാൻ ശ്രമമുണ്ടായോ തുടങ്ങിയവയാണ് പോലീസ് അന്വേഷിക്കുന്നത്. കുട്ടികൾ കളിക്കുമ്പോഴും ഒറ്റയ്ക്കാകുമ്പോഴുമെല്ലാം രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് സംഭവം. പലരും ബേബി സിറ്റിംഗിൽ കുട്ടികളെ വിടാതെ കൊച്ചു ചോറെടുത്ത് കഴിക്കാനായി, ഇനിയിപ്പോൾ ബേബി സിറ്റിംഗ് വേണ്ട, അത്രയും പൈസ ലാഭിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരും കൊണ്ടുവരണ്ട, ഇതൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ആ പിള്ളേർ കളിക്കുന്നുണ്ടല്ലോ. പക്ഷെ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നാളെ എന്തെങ്കിലും ഒരു അപകടത്തിൽ പിള്ളേർ എന്താ അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓരോ ക്യാമറ, കയ്യിലുള്ള മൊബൈലിൽ അവർക്ക് എന്തും കാണാം, എന്തും വേണമെന്ന് പറയാം. കുട്ടിയുടെ മൃതദേഹവുമായി മാതാപിതാക്കൾ പാകിസ്ഥാനിലേക്ക് പോയി. അതേസമയം കസ്റ്റഡിയിലുള്ളവർക്ക് ജാമ്യം ലഭിക്കാനുള്ള നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഷാർജയിലെ ശിശു സംരക്ഷണ അതോറിറ്റിയാണ് കേസ് കൈകാര്യം ചെയ്യുന്നത്. മാതൃഭൂമി ന്യൂസ്, ഷാർജ.